വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് എംപിമാർ കസ്റ്റഡിയിൽ തുടരുന്നു. ഇന്ന് വൈകിട്ടാണ് എംപിമാരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനിടെ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സംഘം ബംഗാൾ ഗവർണർ CV ആനന്ദബോസുമായി കൂടിക്കാഴ്ച നടത്തി. PR അരവിന്ദോട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ, വിശദാംശങ്ങൾ. ഇന്ന് വൈകുന്നേരമാണ് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു കാണിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് എംപിമാർ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. തുടർന്ന് അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന നിലപാടിലേക്ക് ഡൽഹി പോലീസ് പോയിരുന്നു. പക്ഷേ അവർ ഇപ്പോഴും നിലവിൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഡൽഹിയിലെ മന്ത്രിമാർ, പോലീസ് സ്റ്റേഷനിലെ എംപിമാരും അതുപോലെ തന്നെ പ്രവർത്തകരും തുടരുകയാണ്. അതേസമയം തന്നെയാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രധാനമായും തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ജനാധിപത്യം ഇന്ന് കൊല ചെയ്യപ്പെട്ടിരുന്നു. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് പോലീസ് റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതെന്ന് തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സംഘം ബംഗാൾ ഗവർണർ ആനന്ദ് ബോസുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമായും NIAക്കെതിരെ തെളിവുകൾ അടക്കം നൽകിയിട്ടും ഈ NIA ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 2022 ഒരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ബംഗാളിൽ ഇത്തരത്തിൽ NIA എത്തുകയും പരിശോധന നടത്തുകയും 2 തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ NIAക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം വരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. NIAക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് ബംഗാൾ പോലീസ് പോയിരുന്നു. പക്ഷേ കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് തൃണമൂൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത്. തുടർന്നാണ് ഇന്ന് അന്വേഷണ ഏജൻസികൾക്ക് ഒരു പരാതി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്തുകയും പരാതി നൽകിയതിനു ശേഷം ഇതിന് പുറത്തെത്തിയതിനു ശേഷം അവിടെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴും ഈ എംപിമാരും പ്രവർത്തകരും ജയിലിൽ തുടരുകയാണ്. തങ്ങൾ പുറത്തു വന്ന പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് എംപിമാർ വ്യക്തമാക്കുന്നത്. അനീഷ. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.